പിന്നെ ദിലീപ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത്രയും ആ ഒരു വ്യക്തി ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളോ ഇതോ വരുന്നില്ല. സോ ഒരുവിധം എൻ്റെ അറിവിൽ മലയാളത്തിൽ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ആ വ്യക്തിക്ക് അതിൽ എന്തോ പങ്കിട്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എനിക്കും അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത്. സോ എൻ്റെ ഒപ്പീനിയനിൽ അത് ശരിയല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ദിലീപ് തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഇയാളൊരു നല്ല കലാകാരൻ, നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാകാം വിധി ഇങ്ങനെ വന്നെന്നുള്ളതാണ് എനിക്ക്. ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ എന്താ പറയുക, അയാളോടുള്ള എതിർപ്പ് കുറേ പേര് സിനിമ തിയേറ്ററിൽ പോകുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് കുറേ പേരുടെ സ്വപ്നമാണ്. അതിനകത്ത് കുറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ ദിലീപ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു നടന്മാരിൽ ഒരാളാണ്. ആസ് ആൻ ആക്ടർ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോ മണി കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നാണ്. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ആണല്ലോ. അപ്പോൾ ഇനി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും ഞാനും. അദ്ദേഹം സിനിമകൾ ചെയ്യുന്ന കലാകാരനുള്ള നിലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഒരു കഴിവല്ലേ അത്. സിനിമയായിട്ട് തന്നെ സ്വീകരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ സിനിമയിൽ ദിലീപ് എന്ന വ്യക്തി മാത്രമല്ലല്ലോ വർക്ക് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഡയറക്ടറിനുണ്ട്, പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടി അത്രയും പണം മുടക്കിയ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലനുണ്ട്, പിന്നെ എന്താ പറയുക എണ്ണയിലൊടുങ്ങാത്ത അത്ര ആർട്ടിസ്റ്റുകളുണ്ട്, ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരുണ്ട്, ഈവൻ ലൈറ്റ് ബോയ് ഉൾപ്പെടെ കുറേ ഒരു വലിയൊരു ക്രൂ തന്നെ ആ സിനിമയുടെ ഭാഗമാണ്. അവരുടെ അത്രയും നാളത്തെ അധ്വാനമാണ്, പലരുടെയും ഡ്രീമാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും സിനിമ എന്ന് പറഞ്ഞൊരു വലിയ മോഹമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ എഫേർട്ട് എനിക്കറിയാം. എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാവരും സിനിമയിലോട്ട് എത്തുന്നുള്ള സ്ട്രഗിൾ എനിക്കറിയാം. സോ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ എന്താ പറയുക, അയാളോടുള്ള എതിർപ്പ് കുറേ പേര് സിനിമ തിയേറ്ററിൽ പോകുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് കുറേ പേരുടെ സ്വപ്നമാണ്. അതിനകത്ത് കുറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ ദിലീപ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു നടന്മാരിൽ ഒരാളാണ്. ആസ് ആൻ ആക്ടർ അദ്ദേഹം പഴയ ഒരു ഊർജ്ജത്തോടെ തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് ഞാനിപ്പോൾ വിധി പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു? അതിനെ പ്രചോദനം ചെയ്യുന്നുണ്ടോ? അവർക്ക് വിധിയിൽ എന്താ പറയുക, അവർ കംഫർട്ടല്ല. അതിനകത്ത് എന്താ പറയുക, അവർക്ക് ഇനിയും മുന്നോട്ട് പോകണം താല്പര്യമുണ്ടെങ്കിൽ പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവർക്ക് നീതിയുക്തമായിട്ടുള്ളൊരു വിധിയാണോ ഇപ്പം എറണാകുളം സെഷൻ കോടതി ഞാൻ ചോദിക്കുന്നത്, കോടതി വിധിയിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം കോടതിയിൽ തെളിവുകളും കാര്യങ്ങളും നോക്കിയിട്ടാണ് ആൾക്കാർ വിധി നിർണ്ണയിക്കുന്നത്. സോ അത് കോടതി വന്ന വിധിയാണ്. ഞാൻ അതിനകത്ത് എന്താ അഭിപ്രായം പറയാനാണ്? കോടതിയിൽ തെളിവ് സഹിതം ആൾക്കാർ വന്നു, അതിനുള്ളൊരു കറക്റ്റായിട്ടുള്ള വിധി ജഡ്ജി വിധിച്ചു. അതിന് ഇപ്പോൾ നമ്മളുടെ പുറത്തുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിപ്പോൾ കുറേ മീഡിയക്കാരും എല്ലാവരും നോക്കുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറയുന്നത് കോടതി വിധി വന്നു, അതിന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എടുക്കാം. ദിലീപ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും. ഞാനതിന് വ്യക്തമായൊരു അഭിപ്രായം പറയാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കോടതിക്ക് മുകളിലല്ല. ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വന്നിരിക്കുന്നത്. ഈ വിധിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വിധി തികച്ചും അതിജീവിതയ്ക്ക് നീതി കിട്ടിയ ഒരു വിധിയാണോ? അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാനാണല്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ വിധി കറക്റ്റായൊരു വിധിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പല ചോദ്യങ്ങളും അതിൽ ഇപ്പോഴും റിമൈനിങ് ആണ്. സോ ആ ക്വസ്റ്റ്യൻസ് റിമൈൻഡായിട്ട് നിൽക്കുന്നിടത്തോളം കാലം അത് നമുക്കൊരു നീതി, ഒരു റൈറ്റ് ഡിസിഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ദിലീപ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത്രയും ആ ഒരു വ്യക്തി ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളോ ഇതോ വരുന്നില്ല. സോ ഒരുവിധം എൻ്റെ അറിവിൽ മലയാളത്തിൽ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ആ വ്യക്തിക്ക് അതിൽ എന്തോ പങ്കിട്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എനിക്കും അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത്. സോ എൻ്റെ ഒപ്പീനിയനിൽ അത് ശരിയല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പീലുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ്, സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. കാരണം അത് അൾട്ടിമേറ്റ് വിധി അല്ലല്ലോ. ഇതിന് മുകളിലും കോടതികളുണ്ട്. എൻ്റെ അറിവിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ടുണ്ട്. സോ അതിൻ്റെ മാക്സിമം അതിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടുത്ത ആഴ്ച ദിലീപിന്റെ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. ഈ സിനിമയെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു? അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആസ് ആൻ ആക്ടർ. ആളുടെ സിനിമകൾ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു നടനാണ്. അയാളുടെ സിനിമകൾ ഞാൻ കാണാറുണ്ട്. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പടം ഞാൻ കാണുമെന്ന് തോന്നുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ട്രെയിലർ കണ്ടതിൽ നിന്ന് വളരെ നിരാശയായിട്ട് എനിക്ക് തോന്നുന്നത്. അത് വെറും ബബ്ബയായി പോകുന്നത് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് ട്രെയിലർ കണ്ടിട്ട്. ഇനി ഞാൻ മുൻകൂട്ടി വിധിക്കാൻ ഞാൻ ആളല്ല. ഡിപ്പെൻസ്. ദിലീപ് കുറ്റവിമുക്തനാക്കിയ ഒരു വിധിയാണ് ഇപ്പം കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ ഒരു വിധിയെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? തികച്ചും നീതിയുക്തമായ ഒരു വിധിയായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോഴുള്ള കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റാത്ത ഇതാണ്. കാരണം നിയമമായിട്ട് വലിയ വിവരം ഇല്ലാത്ത ആളാണ് ഞാനൊരു ലെക്ചറാണ്. പക്ഷേ നിയമമായിട്ട് അത്ര അറിവില്ല എനിക്ക്. അത് കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പുള്ളി നിരപരാധി എന്ന് പറയാം. പുള്ളിയുടെ ആക്ടിങ് എല്ലാം വളരെ നീറ്റായിരുന്നു. കള്ളനായിട്ടൊക്കെ ആക്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഈ
ഈ ഒരു സിനിമയെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇരു കൈ മോഹൻലാലുമായിട്ടുള്ള മൂവിയാണ്. അതെ അതെ, രണ്ടുപേരും ആക്ട് ചെയ്ത് വളരെ നല്ലതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് മൂവി ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഞാൻ കണ്ടതാണ് എൻ്റെ. ഈ ഒരു പ്രശ്നത്തിന്റെ ബേസിൽ ആ സിനിമയെ നിങ്ങൾ മാറ്റി നിർത്തുമോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അയാളൊരു കലാകാരനാണ്. രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്. അതിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. വളരെ നല്ല കാര്യമാണ്. പിന്നിൽ ആരാണ് ഇതിന്റെ ശരിക്കും ഈ കേസിന് പിന്നിൽ ആരാണ് കുറ്റക്കാരൻ, അവൻ മുന്നിൽ വരണം എന്ന് ഉണ്ടോ? യെസ് യെസ്, അതിൻ്റെ ഡ്രൈവർ എന്തുകൊണ്ട് ആ വണ്ടി സ്റ്റേഷനിലേക്ക്, പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പോലീസ് ഉണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അവരെല്ലാം കൂടി ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിജീവിത അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ആ ഒരു അതിജീവിതയുടെ ആ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ എങ്ങനെയാ അതിനെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? അത് എങ്ങനെ പറയാൻ, ഞാൻ പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പം ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. യെസ്, ഞാനൊരു മെയിലാണ്, അയാളൊരു മെയിലാണ്. ഞങ്ങളുടെ ഫീലിംഗ് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഇത്രയും ഏജ്ഡായ എൻ്റെ ഒരു മകൻ്റെ പ്രായമൊക്കെ ആയിരിക്കും പുള്ളിക്കുള്ളത്. അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കേണ്ടതാണ്. എനിക്ക് മോളുള്ളതാണ്. അതെ, എനിക്കറിയാം. ഭാവനയുടെ അങ്ങനെ പറയാൻ പറ്റില്ല. ഈക്വാലിറ്റി ആണല്ലോ ഈയിടെയായിട്ട്. അപ്പോൾ സ്ത്രീകൾ കുറേ മുന്നിലേക്ക് പോയി പുരുഷന്മാർക്ക് വളരെ കഷ്ടത നടക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. ഗേൾസ് ആർ മോർ ടാലൻറ്റഡ് ദാൻ മെയിൽ നൗ ഡേയ്സ്. വി ഹിയർ ലൈക്ക് ദാറ്റ്. ഐ ഹാവ് സൺ ആസ് വെൽ ആസ് എ ഡോട്ടർ, സോ ഐ നോ ബോത്ത്. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ദിലീപ് തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഇയാളൊരു നല്ല കലാകാരനും നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാകാം വിധി ഇങ്ങനെ വന്നെന്നുള്ളതാണ് എനിക്ക് വിശ്വാസം. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടി നിയമത്തിൻ്റെ മുന്നിൽ പോകുന്നതും അയാളുടെ ദിലീപിനെ തെറ്റുകാരനായിട്ട് പ്രൂഫോടുകൂടി തെളിവോടുകൂടി വരികയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന്. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ നല്ലൊരു കലാകാരനാണ്. അത് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്കിപ്പോൾ അറിയില്ലല്ലോ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അയാളെ ഒരിക്കലും അതെ അതെ അതെ, നല്ലൊരു കലാകാരനാണ്. ഒരുപാട് സിനിമകൾ നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്ത്, കുഞ്ഞിക്കൂനൻ, അങ്ങനെയുള്ള മീശമതം, അങ്ങനെ കുറേ സിനിമകൾ ഓർത്തിരിക്കും. നല്ലൊരു കലാകാരനാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അയാളോട് അസൂയുള്ള ആൾക്കാരും ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് അസിയോടുകൂടി അയാളെങ്ങനെ പെടുത്താൻ അടിച്ചെടുത്ത് അതെ അതെ, എനിക്കത് ഒരുപാട് സംശയങ്ങളുണ്ട്. അതെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കോടതി ഉണ്ടല്ലോ, അതിൽ അയാൾ നിരപരാധിയാണെങ്കിൽ നിരപരാധിയായിട്ട് തന്നെ കോടതിയും വിശ്വാസമുണ്ട്. അയാൾ നിരപരാധിയാണെങ്കിൽ നിരപരാധിയായിട്ട് തന്നെ ആവും. അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായാലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അടുത്തിടെയായിട്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നിരുന്നു. അപ്പോൾ ഈ വിധി ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയായിരുന്നു വന്നിരുന്നത്. അപ്പം അതിനെ എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നു? ഈ വിധി തികച്ചും നീതിയുക്തമായൊരു വിധിയായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. എന്താ പറയുക, വിധി വന്നത് പലർക്കും അത് ഇപ്പോൾ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി അല്ലെന്നാണ് പറഞ്ഞ് കേൾക്കുന്നതും. ആ ഒരു പറഞ്ഞു കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ. ഇപ്പോൾ നീതി ഏത് ഭാഗത്താണ് ആ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നതും. അപ്പോൾ ഇതിന് എത്ര ഇപ്പോൾ പറയുന്ന കുറേ പേര് പറയുന്നുണ്ട് ഈ കാശിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് വിധി അങ്ങനെ ആക്കിയത്. അങ്ങനെ തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്കങ്ങനെ പൊതുവെ തോന്നുന്നില്ല. കാരണം ലോ എന്ന് എല്ലാവർക്കും മണി മാത്രമേ കോടതി പ്രസ്താവിക്കൂ എന്നുള്ളൊരു നിലപാടിലാണ്. അതെ, അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ കാശ് കൊടുത്താലും ചെയ്തിട്ടില്ല എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറ്റം ചെയ്ത ആരായാലും അവർക്ക് ശിക്ഷ കിട്ടണം. അതിപ്പോൾ ആരായാലും. ഇപ്പോൾ അതിന് ഈ മണിയുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഈ ലോ ഇപ്പോൾ ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലോനെ കുറിച്ചൊന്നും എനിക്ക് വല്ല ധാരണയില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോ മണി കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നാണ്. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും ഞാനും. ഈ വിഷയത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പം ദിലീപിൻ്റെ സിനിമ തന്നെ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഈ ഒരു സിനിമയെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു? ദിലീപ് കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ സ്വീകരിക്കുമോ? എനിക്ക് പണ്ട് മുതലേ ദിലീപ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ സിനിമ കാണും. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഇങ്ങനെ കുറ്റം ചെയ്തെങ്കിലും അദ്ദേഹം സിനിമകൾ ചെയ്യുന്ന കലാകാരനെന്ന നിലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം
ഒരു കഴിവല്ലേ അത്, അതെ. അഭിനയം എന്ന് പറയുന്നത് എല്ലാവർക്കും അതിനെ പറ്റില്ല. രണ്ട് വേർതിരിച്ച് കാണുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം, അതെ. കലാജീവിതം. അതായത് വേറെ മനുഷ്യന്റെ ജീവിതം വേറെ വേറെയല്ലേ, സിനിമയിൽ കാണുന്ന മുഖം അല്ലല്ലോ. ഓക്കെ, അപ്പം അവൾക്കൊപ്പം എന്നുള്ള ഒരു സ്റ്റാൻഡിലാണോ നിങ്ങളും? അതിജീവിതയ്ക്കൊപ്പമാണോ? അതിജീവിത ഇനി അപ്പീലുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നീതി കിട്ടിയില്ലെങ്കിൽ പോണം. മായിട്ടൊരു വിധിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിധിയെ എങ്ങനെ നോക്കിക്കാണുന്നത്? തികച്ചും നീതിയുക്തമായൊരു വിധിയാണോ? അല്ല, അത് നീതിയുക്തമാണോ എന്നുള്ളത് കാര്യം നമ്മൾ ഈ ഇന്ത്യ രാജ്യത്ത് ഭരണഘടന എന്ന് പറഞ്ഞ സംവിധാനത്തിലാണ് നമ്മളെല്ലാവരും അത് റെസ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ നീതി കിട്ടിയോ ഇല്ലേ എന്നത് അതിനകത്തുള്ള വിഷയം നമുക്കറിയില്ല. നമ്മൾ മീഡിയയിലും ഇതിനൊക്കെ കാണുന്നേ ഉള്ളൂ. ഇതെന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് സത്യാവസ്ഥ നമുക്കറിയില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്ത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യമാണ്, ഭരണഘടനാ മൂല്യമുണ്ട്, അത് നമ്മളെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നു. ഭരണഘടനമായിട്ടുള്ള ഒരു വിധിയാണ് വരുന്നതാണെങ്കിൽ നമുക്കപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനേ പറ്റും. അത് വന്ന് അല്ലാണ്ട് ഭരണഘടനയ്ക്ക് മേലെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനൊരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതങ്ങനെ സംഭവിച്ചു ഇല്ലേ എന്നുള്ള മാറ്റർ പറയുന്നു, നമ്മൾ മീഡിയയിലൂടെ കാണുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അതിനോട് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് അവർക്ക് എന്നല്ല, ആരാ എക്സോർ വൈ ആരാന്നുള്ളല്ല, ആർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു സംഭവം പറയുന്നുണ്ട്. ഒരു വിഭാഗം ഇങ്ങനെ ഇതിനെ എതിർക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അതിന് അപ്പീലുമായിട്ട് അതിജീവിതം മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? അല്ല, അങ്ങനെ ഒരു സംഭവം നടന്നത് അവർക്ക് മാത്രം അറിയുന്ന സംഭവം, അത് നമുക്കറിയില്ലല്ലോ. എനിക്കറിയില്ല, എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. ഞാനിങ്ങനെ മീഡിയയിലോട്ട് കാണുന്നു, കേൾക്കുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നത് ആ വ്യക്തിക്കാണ് അറിയുന്നത്. ആ സംഭവം അല്ലെങ്കിൽ അതിൻ്റെ സർക്കിളിൽ ആരൊക്കെ ഉണ്ട് അവർക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളവർ മറന്നേക്ക് പുറത്ത് വരണമെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നോ ഇല്ലേ എന്നത് ഇപ്പോഴും അറിയില്ല. അവരിപ്പോൾ നീതി കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് അവർക്കറിയോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. മീഡിയയിലൂടെ മാത്രം അറിയുന്നില്ല. നമ്മളൊരു കോടതിൻ്റെ മുമ്പിൽ വരുന്നത് എന്താണ്, അവിടെ ഒരു മെറ്റീരിയലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതെല്ലാം ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മളൊരാൾക്ക് നീതിയല്ലേ ഒരാൾ ശിക്ഷിക്കും. നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട് 100 എന്താ പറയുക കുറ്റവാളികൾ രക്ഷപ്പെട്ട ആൾ ഒരു നിരവധികളും ശിക്ഷിക്കപ്പെട്ടത്, അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് തെളിയിക്കാൻ പറ്റട്ടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, തെളിയട്ടെ. തെളിഞ്ഞാലും നല്ലത്. ദിലീപിന്റെ സിനിമ ഇറങ്ങാൻ പോവാണല്ലോ, ഈ ഒരു സിനിമയെ എങ്ങനെ സ്വീകരിക്കും? ദിലീപിൻ്റെ സിനിമ, ദിലീപ് എന്ന് പറയുന്ന ആൾ ഒരു ആക്ടർ, പുള്ളി ഇന്ന് വന്നതല്ല സിനിമയ്ക്ക്, ഈ വിഷയത്തിന് മുമ്പേ വന്ന ആളാണ് അല്ലേ, അത് പ്രൂവ് ചെയ്യിച്ചതെന്ന് അതെല്ലാവർക്കും അറിയുന്നതാണ്. പുള്ളി ഒരു ആക്ടറാണ്, ഇതിന് മുമ്പേ ഇങ്ങനെ മുന്നേ വന്നത്, അതിനുശേഷം അതിനിടയിലാണ് ഈ വിഷയം വരുന്നത്. സിനിമ കാണുന്നുണ്ട്, അത് അത് അങ്ങനെ ശ്രമിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ ഇല്ലെന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അടിച്ചമർത്താൻ മാത്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അവർക്കിടയിൽ അതെല്ലാം അവരുടെ അത് അവർക്കിടയിലുള്ള വിഷയമാണ്. നമ്മളൊരു സിനിമ കാണും, നമ്മൾ എൻ്റർടൈൻമെൻറ്റ്. അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കുറച്ച് മാറി നിന്നായിരുന്നു. അപ്പോൾ ഇനി അദ്ദേഹം പഴയ ഊർജ്ജത്തോടെ തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, അത് ഒരു സിനിമാ മേഖല എന്നല്ല, ഒരു കലാകാരനാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് പുള്ളിയുടെ ജോബാണ്, അയാളുടെ അന്നാണ്. അതാരെ ആയിരിക്കും. ഇപ്പം അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആൾക്കാർക്കും അത് അവർക്കും അവരുടെ ആ മേഖലയിൽ നിന്ന് അവരുടെ തന്നെ. നമുക്കൊരാളുടെ ഒരു ഭക്ഷണം ഇല്ലാണ്ടാക്കുക, ചോറില്ലാണ്ടാക്കുക അങ്ങനെയൊന്നും പാടില്ല. അവരത് സിനിമ അതെക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. അത് തെളിയട്ടെ. തെളിയുമ്പോൾ പറയാം. നമുക്ക് തെളിയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജഡ്ജ് ചെയ്യില്ല. ഞാനെങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുക? എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മുടെ കീഴത്തെ നിയമം. എന്താണ് സത്യം, അത് പുറത്ത് വരട്ടെ. സത്യം പുറത്ത് വരട്ടെ. അല്ലാതെ ഞങ്ങൾ സ്വയം ജഡ്ജിമെൻറ്റും ജഡ്ജിമെൻറ്റിനും ഞാനാളല്ല.